ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ലേൺ വെൽ. എൻ്റെ പേര് മുഹമ്മദ് തഫീം. നമ്മുടെ കെമിസ്ട്രിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസറിങ് സീരീസിലെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ആൻസർ ചെയ്യുന്നത് 2022 മാർച്ചിലെ ഫൈനൽ എക്സാമിൻ്റെ SSLC എക്സാമിൻ്റെ കെമിസ്ട്രി ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പോൾ അതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ഫോർമാറ്റിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അത് നമുക്ക് ആൻസർ ചെയ്യുമ്പോൾ എന്താവും മനസ്സിലാവും. അപ്പോൾ കിടക്കാം, നിങ്ങൾ ബുക്കും പേനയൊക്കെ എടുത്ത് റെഡി ആയിക്കോ. നമുക്ക് ഓരോന്നായിട്ട് എന്ത് ചെയ്യാം, ആൻസർ ചെയ്ത് നോക്കാം. അപ്പോൾ അത് നമ്മൾ പാർട്ട് 1 ആണ് ആൻസർ ചെയ്യുന്നത്. ഇതിൽ ടോട്ടൽ 5 പാർട്സ് ഉണ്ട്. പാർട്ട് 1ന്റെ പ്രത്യേകത ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 9 ക്യാരി 1 സ്കോറേജ്. എല്ലാം 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. 1 മുതൽ 9 വരെയുള്ള ക്വസ്റ്റ്യൻസ് ഇതെല്ലാം 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിന് 2 പാർട്ട് ഉണ്ട്. പാർട്ട് 1ൽ തന്നെ 2 സബ് പാർട്സ് ഉണ്ട്. ഫസ്റ്റ് പാർട്ട് A ആണ്. ആൻസർ ഇനി 4 ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 6. 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണം മാത്രം എഴുതുക. അപ്പോൾ ടോട്ടൽ 6 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും 4 എണ്ണം മാത്രം നമ്മൾ എഴുതിയാൽ മതി. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ കോമ്പൗണ്ട് വിച്ച് കണ്ടെയ്ൻസ് എ കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട്. അപ്പോൾ കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട് ഉള്ള കോമ്പൗണ്ട് ഇതിൽ ആരാണ്? അതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന എക്സാമ്പിൾസ് ആയിരിക്കാണ് C5H12, C2H2, C3H6, CH4. അപ്പോൾ ഇവരെല്ലാം എന്താണ്? ഹൈഡ്രോ കാർബൺസ് ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചിരിക്കുന്ന ട്രിപ്പിൾ ബോണ്ടുള്ള ഹൈഡ്രോ കാർബൺസ് ആരാണ്? ആൽക്കൈൻസ് ആണ് അല്ലേ. ആൽക്കൈൻസിന്റെ പ്രത്യേകത എന്താണ്? അവരുടെ ഹോമോലോഗസ് സീരീസിൽ അവരുടെ ജനറൽ ഫോം എന്ന് പറയുന്നത് CnH2n-2 ആണ്. ഓക്കെ, അപ്പോൾ ആ ജനറൽ ഫോം ഇവിടെ ഫോളോ ചെയ്യുന്ന ആരാണ് എന്ന് നോക്കിയാൽ മതി. അതായത് CnH2n-2, കാർബണിന്റെ നമ്പർ ഓഫ് ആറ്റംസ് ഇൻറ്റു 2 - 2 ആയിരിക്കും ഹൈഡ്രജന്റെ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു റൂൾ ഇവിടെ ഫോളോ ചെയ്യുന്ന ആരാണ്? C2H2 ആണ്. ആ ഒരു റൂൾ ഇവിടെ ഫോളോ ചെയ്യുന്നത് C2H2 ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ്റെ ആൻസർ C2H2. നമുക്ക് എഴുതി വെക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1ന്റെ ആൻസർ C2H2 because CnH2n-2 എന്ന് പറയുന്ന ഫോമിലാണ് ഈ ഒരു കോമ്പൗണ്ട് ഉള്ളത്. അപ്പോൾ ഇത് ആൽക്കൈൻ ആണ്. ആൽക്കൈൻസിലാണ് കാർബൺ കാർബൺ ട്രിപ്പിൾ ബോണ്ട്സ് ഉണ്ടാവുക. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സബ്സ്റ്റൻസ് ഹാസ് ദ ഹൈയസ്റ്റ് എനർജി? ഇതിൽ ഏറ്റവും കൂടുതൽ എനർജി ഉള്ള സബ്സ്റ്റൻസ് ആരാണ്? നമ്മുടെ ഓപ്ഷൻസ് 1s, 3d, 4s, 3p. അപ്പോൾ ഇതിൽ ഏറ്റവും കുറവുള്ള ആർക്കാണ്? 1s ആണ്. 1s സബ്സ്റ്റൻസ് ആദ്യം ഫില്ല് ചെയ്യും. തൊട്ട് മുമ്പിലുള്ളവരാണ് 3p. 1s ആയിട്ട് പിന്നെ ഫില്ല് ചെയ്യുക 3p ആണ്. പിന്നെ അടുത്ത ആരാണെന്ന് ചിലപ്പോൾ ഡൗട്ട് ഉണ്ട്. 4s-ഉം 3d-യും ഉണ്ട്. അപ്പോൾ 4s 4th ഷെല്ലിലാണെങ്കിൽ നമ്മൾ എന്ത് പഠിച്ചിട്ടുണ്ട്? നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട് 3d സബ് ഷെല്ലിന് 4s-നേക്കാൾ കുറച്ചുകൂടി എനർജി കൂടുതലാണ്. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ ആൻസർ 4s അല്ല 3d ആണ്. 3d സബ് ഷെല്ലിൽ ഒരു പെക്യുലാരിറ്റി ആണത്. എന്താണ്? അതിനായിരിക്കും എനർജി 4s-നേക്കാൾ കൂടുതൽ. അപ്പോൾ 3d ആണ് ഇതിന്റെ ആൻസർ. അപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ്റെ ആൻസർ 3d. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ റിലേഷൻ ആൻഡ് ഫിൽ അപ്പ് സ്യൂട്ടബിളി. അപ്പോൾ ഇവർ രണ്ടും തമ്മിലുള്ള റിലേഷൻ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യുക? സ്യൂട്ടബിൾ ആയിട്ട് ഫില്ല് ചെയ്യുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടിൻസ്റ്റോൺ മാഗ്നറ്റിക് സെപ്പറേഷൻ. ടിൻസ്റ്റോണിലെ ഇമ്പ്യൂരിറ്റി ഓർ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? മാഗ്നറ്റിക് സെപ്പറേഷൻ. അപ്പോൾ എന്താണ് റിലേഷൻ? എന്താണ്? ഒരു സബ്സ്റ്റൻസ് തന്നിരിക്കുന്നു, ഒരു മെറ്റൽ ഓർ തന്നിരിക്കുന്നു, അതിന്റെ കോൺസെൻട്രേഷൻ മെത്തേഡ് തന്നിരിക്കുന്നു. അപ്പോൾ അടുത്തത് ബോക്സൈറ്റ് ആണ്. ബോക്സൈറ്റ് അലൂമിനിയത്തിന്റെ ഓറാണ്. അപ്പോൾ നമ്മൾ എന്താണ് ഫില്ല് ചെയ്യേണ്ടത്? അതിന്റെ കോൺസെൻട്രേഷൻ മെത്തേഡാണ്. അപ്പോൾ ബോക്സൈറ്റിന്റെ കോൺസെൻട്രേഷൻ മെത്തേഡ് എന്താണ്? ലീച്ചിങ് ആണ്. ഹോൾ ഹെറോൾഡ് പ്രോസസ്സിൽ ലീച്ചിങ് വെച്ചിട്ടാണ് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷനിൽ ഡിസോൾവ് ചെയ്യാണ്. അപ്പോൾ 3ന്റെ ആൻസർ ലീച്ചിങ് ആണ്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ലീച്ചിങ്. ഇനി നാലാമത്തെ ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ, വിച്ച് ഗ്യാസ് ഇസ് പ്രൊഡ്യൂസ്ഡ് വെൻ മെറ്റൽസ് റിയാക്ട് വിത്ത് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ്. മെറ്റൽസ് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഏത് ഗ്യാസ് ആണ് റിലീസ് ആവുക? ഉത്തരം ഹൈഡ്രജൻ ഗ്യാസ് ആണ്. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ്റെ ആൻസർ ഹൈഡ്രജൻ. H2 എന്ന് എഴുതിയാലും കറക്റ്റാണ്. ഹൈഡ്രജൻ അല്ലെങ്കിൽ H2. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ 5ഉം 6ഉം ഓപ്ഷനിലാണ്. 4 ക്വസ്റ്റ്യൻസ് ആണ് ഉള്ള ആൻസർ പറഞ്ഞിട്ടുള്ളൂ. ഏതെങ്കിലും 4 ചെയ്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ 4 ഓൾറെഡി ആൻസർ, 5ഉം 6ഉം ഓപ്ഷണലാണ്. എന്നാലും നമ്മൾ എന്ത് ചെയ്യണം? ആൻസർ ചെയ്ത് പോവാണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, 1 GMM ഓഫ് എ സബ്സ്റ്റൻസ് കണ്ടെയ്ൻസ് ഡാഷ് നമ്പർ ഓഫ് മോളിക്യൂൾസ്. 1 ഗ്രാം മോളിക്കുലർ മാസ് ഓഫ് മോളിക്യൂൾസിൽ എത്ര മോളിക്യൂൾസ് ഉണ്ട്? സ്വാഭാവികമായിട്ടും 1 ഗ്രാം മോളിക്കുലർ മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
1 mole of molecules ആണ്. 1 mole of molecules എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6.022 into 10⁻⁹ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ്. അപ്പോൾ ഒരു GMM 6.022 into 10⁻23. 6.022 into 10⁻23 മോളിക്യൂൾസ്. അവഗാഡ്രോ നമ്പർ അല്ലെങ്കിൽ NA എന്ന് എഴുതിയാലും കറക്റ്റ് ആണ്. ഓക്കെ, ഇനി അടുത്ത 6th ക്വസ്റ്റ്യൻ. 6th ക്വസ്റ്റ്യനിൽ പറയുന്നത് വാട്ട് ഹാപ്പൻസ് ടു ദ റേറ്റ്സ് ഓഫ് ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഇക്വിലിബ്രിയം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫോർവേഡ് റിയാക്ഷന്റെയും ബാക്ക്വേർഡ് റിയാക്ഷന്റെയും റേറ്റ്സിന് ഇക്വിലിബ്രിയം പോയിന്റിൽ എന്ത് സംഭവിക്കും? അപ്പൊ എന്താ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷന്റെ റേറ്റും ബാക്ക്വേർഡ് റിയാക്ഷന്റെ റേറ്റും ഈക്വൽ ആവുന്ന ഒരു പോയിന്റിനാണ് എന്ത് വിളിക്കുക? ഇക്വിലിബ്രിയം പോയിന്റ് എന്ന് വിളിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ അവരുടെ റേറ്റ്സ് എന്താവുന്നു? ഈക്വൽ ആവുന്നു. അപ്പൊ ആൻസർ ദേ ബിക്കം ഈക്വൽ. രണ്ടിന്റെയും റേറ്റ്സ് ഈക്വൽ ആവുന്നു. അപ്പോൾ പാർട്ട് എ കഴിഞ്ഞു. പാർട്ട് 1 എ പാർട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ബി പാർട്ടിലേക്ക് മൂവ് ഓൺ ചെയ്യാം. അപ്പോൾ ബി പാർട്ടിൽ ആൻസർ ഓൾ ക്വസ്റ്റ്യൻസ് ഫ്രം 7 to 9, 7 മുതൽ 9 വരെ 3 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 7th ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് മെറ്റൽ ഇസ് ഡെപ്പോസിറ്റഡ് അറ്റ് കാഥോഡ് വെൻ മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് ഇസ് ഇലക്ട്രോലൈസ്ഡ്? മോൾട്ടൺ സോഡിയം ക്ലോറൈഡിനെ നമ്മൾ ഇലക്ട്രോളിസിസ് ചെയ്യുമ്പോൾ കാഥോഡിൽ ഡെപ്പോസിറ്റ് ആവുന്ന ആരാണ്? അപ്പോൾ കാഥോഡ് മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് ഇലക്ട്രോലൈസ് ചെയ്യുമ്പോൾ Na+ഉം Cl- ഡീകമ്പോസ് ആവും. അപ്പോൾ കാഥോഡ് എന്ന് പറയുന്നത് പോസിറ്റീവ്ലി ചാർജ്ഡ് ആണ്. അപ്പോൾ കാഥോഡിൽ ഫോം ചെയ്യുന്ന ആരായിരിക്കും? നെഗറ്റീവ് അയോൺ ആയിരിക്കും എന്ത് ചെയ്യുക? കാഥോഡിൽ ഫോം ചെയ്യുക. കാഥോഡ് എന്ന് പറയുന്നത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. അപ്പോൾ പോസിറ്റീവ് അയോൺ ആണ് എന്ത് ചെയ്യുക? നെഗറ്റീവ് ഇലക്ട്രോഡിൽ കാഥോഡിൽ വന്നിട്ട് ഫോം ചെയ്യുക. ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ കാഥോഡ് എപ്പോഴും നെഗറ്റീവ് ആണ്. അതേസമയം ഗാൽവാനിക് സെല്ലിൽ കാഥോഡ് എന്താണ്? പോസിറ്റീവ് ആണ്. ഇലക്ട്രോലിറ്റിക് സെല്ലിൽ ഇലക്ട്രോളിസിന്റെ സമയത്ത് കാഥോഡ് നെഗറ്റീവ് ആണ്. അപ്പോൾ കാഥോഡ് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെ കാഥോഡിൽ ഫോം ചെയ്യുന്നത് പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺ ആയിരിക്കും. അപ്പോൾ പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺ ആരാണ്? Na+ ആണ്. അപ്പോൾ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലിമെന്റ് ആരാണ്? സോഡിയം ആണ്. അപ്പോൾ ഇവിടെ ഫോം ചെയ്യുന്നത് കാഥോഡിൽ ഫോം ചെയ്യുന്നത് സോഡിയം. ഓക്കെ, ആൻസർ സോഡിയം. ഇനി നമുക്ക് 8th ക്വസ്റ്റ്യൻ നോക്കാം. 8th ക്വസ്റ്റ്യൻ, ഹൗ മെനി ഇലക്ട്രോൺസ് ആർ ഡൊണേറ്റഡ് ബൈ ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സ് ജനറലി ഇൻ കെമിക്കൽ റിയാക്ഷൻസ്? ഫസ്റ്റ് ഗ്രൂപ്പ് എലമെന്റ്സിന് സാധാരണ രീതിയിൽ എത്ര ഇലക്ട്രോൺസ് ആണ് കെമിക്കൽ റിയാക്ഷൻസിൽ ഡൊണേറ്റ് ചെയ്യുക? ഫസ്റ്റ് ഗ്രൂപ്പ് ആവാൻ കാരണം എന്താണ്? അവരുടെ ഔട്ടർമോസ്റ്റ് സബ്ഷെല്ലിലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് 1 ആണ്. അതായത് ഒരു ഇലക്ട്രോണിനാണ് എന്ത് ചെയ്യുക? അവർ ഡൊണേറ്റ് ചെയ്യുക. വാലൻസ് 1 ആണ്. അപ്പോൾ ആൻസർ 1. 8th ക്വസ്റ്റ്യൻ ആൻസർ 1. ഇനി 9th ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ ഓഫ് ദിസ് പാർട്ട്. 9th ക്വസ്റ്റ്യൻ, in which electrode aluminum metal is produced during the electrolysis of alumina? അലൂമിനയുടെ ഇലക്ട്രോളിസിസിൽ ഏത് ഇലക്ട്രോഡിലാണ് അലൂമിനിയം മെറ്റൽ പ്രൊഡ്യൂസ് ആവുന്നത്? അപ്പോൾ എവിടെയാണ്? ആ കാർബൺ ലൈനിങ് അല്ലേ? കാർബൺ ലൈനിങ്ങിലാണ് എന്താ പ്രൊഡ്യൂസ് ആവുക? അലൂമിനിയം മെറ്റൽ പ്രൊഡ്യൂസ് ആവുക. താഴെയുള്ള കാർബൺ ലൈനിങ്. ആ കാർബൺ ലൈനിങ് നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. അപ്പോൾ ഇലക്ട്രോലിറ്റിക് സെല്ലിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോഡ് എന്ന് പറയുന്നത് അതിന്റെ കാഥോഡാണ്. അപ്പോൾ നെഗറ്റീവ് ഇലക്ട്രോഡ് അല്ലെങ്കിൽ കാഥോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ആണ്. അപ്പോൾ 9th ക്വസ്റ്റ്യൻ ആൻസർ കാഥോഡ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പാർട്ട് 1 ഫിനിഷ് ചെയ്തു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇനി നമുക്ക് പാർട്ട് 2ലേക്ക് കിടക്കാം. അപ്പോൾ പാർട്ട് 2 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ക്വസ്റ്റ്യൻസ് ഫ്രം 10 to 12 ക്യാരി 2 scores ഈച്ച്. ഓരോന്നിന്റെ 2 മാർക്ക് വെച്ചിട്ടാണ്. അപ്പോൾ പാർട്ട് 2 നേരത്തെ പറഞ്ഞ പോലെ 2 സബ് പാർട്സ് എയും ബിയും ഉണ്ട്. അതിൽ എ പാർട്ട് എന്താണ് പറഞ്ഞത്? ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. എ പാർട്ടിൽ ഒരു സിംഗിൾ ക്വസ്റ്റ്യൻ ആണുള്ളത്. 10th ക്വസ്റ്റ്യൻ എന്താണ്? 10th ക്വസ്റ്റ്യൻ എ, വിച്ച് ആർ ദ 2 compounds formed when ammonium chloride is strongly heated? അമോണിയം ക്ലോറൈഡ് ഹീറ്റ് ചെയ്യുമ്പോൾ ഫോം ചെയ്യുന്ന 2 കോമ്പൗണ്ട്സ് ഏതൊക്കെയാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതാണ്? അമോണിയ ആൻഡ് HCl, NH3 ആൻഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. അപ്പോൾ എയുടെ ആൻസർ 10th ക്വസ്റ്റ്യൻ എയുടെ ആൻസർ NH3 ആൻഡ് HCl. അമോണിയം ക്ലോറൈഡിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ NH3 HCl ആണ് ഫോം ചെയ്യുക. ഓക്കെ, പിന്നെ നമ്മളോട് ചോദിച്ചിട്ടുള്ള ബി, റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഫോർ ദിസ് റിയാക്ഷൻ. ഈ റിയാക്ഷന്റെ കെമിക്കൽ ഇക്വേഷൻ എഴുതാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ കെമിക്കൽ ഇക്വേഷൻ NH4Cl എന്ത് ചെയ്യാണ്? H4Cl ഗ്യാസ്. അതിനെ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ഫോം ചെയ്യും? NH3 ഗ്യാസ് പ്ലസ് HCl ഗ്യാസ്. ഓക്കെ, അമോണിയം ക്ലോറൈഡിന് നമ്മൾ ഹീറ്റ് ചെയ്ത്, അമോണിയം ക്ലോറൈഡ് ഗ്യാസ് അല്ല, അമോണിയം ക്ലോറൈഡ് സോളിഡ് ആണ്.
അപ്പോൾ സോളിഡ് ആയിട്ടുള്ള അമോണിയം ക്ലോറൈഡിനെ നമ്മൾ ഹീറ്റ് ചെയ്ത് കഴിയുമ്പോൾ എന്ത് ഫോം ചെയ്യും? അമോണിയ ഗ്യാസ് ആൻഡ് HCl ഗ്യാസ് ഫോം ചെയ്യും. ഇതാണ് ഇതിന്റെ കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിലെ ബി പാർട്ടിൽ 11th ക്വസ്റ്റ്യൻ, അതിൽ ഏതെങ്കിലും ഒന്ന് ആൻസർ ഇനി 1 ക്വസ്റ്റ്യൻ ഫ്രം 11 and 12 ഏതെങ്കിലും ഒന്ന് ആൻസർ ചെയ്താൽ മതി. ഇപ്പോൾ 11th ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ മാസ് ഓഫ് 44.8 ലിറ്റർ ഓഫ് NH3 kept at STP. അപ്പോൾ 44.8 ലിറ്റർ അമോണിയ അതിന്റെ STPയിലുള്ള മാസ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ മാസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് കണ്ടുപിടിക്കണം? നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ചാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുള്ളൂ? മാസ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ വോളിയത്തിനെ നമ്പർ ഓഫ് മോൾസിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ആ നമ്പർ ഓഫ് മോൾസിനെ മാസിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ 44.8 ലിറ്റർ ആണ്. 44.8 ലിറ്റർ എന്ന് പറയുമ്പോൾ 11th ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്പർ ഓഫ് മോൾസ് വോളിയം തന്നിരിക്കുമ്പോൾ ഗിവൺ വോളിയം ഡിവൈഡഡ് ബൈ 22.4. STPയിലെ വോളിയം 22.4 ആണ്. അത് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഗിവൺ വോളിയം എന്ന് പറയുന്നത് 44.8 ഡിവൈഡഡ് ബൈ 22.4 ഈക്വൽ ടു 2 മോൾസ്. ഓക്കെ, 2 മോൾസ് ആണ് ഇതിൽ ഉള്ളത്. 11ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ 2 മോൾസ് ആണ്. നമുക്ക് മാസ് കണ്ടുപിടിക്കണം. അപ്പോൾ 2 മോൾസ്, ഒരു മോളിന്റെ മാസ് എത്രയാണ്? നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് വാല്യൂ. ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന വാല്യൂ നൈട്രജന്റെ മാസ് 14 എന്നും ഹൈഡ്രജന്റെ മാസ് 1 എന്നുമാണ്. അപ്പോൾ NH3യിൽ ഒരു നൈട്രജനും ഒരു ഹൈഡ്രജനും ടോട്ടൽ 3 ഹൈഡ്രജനും ടോട്ടൽ 14 + 3 17. ഓക്കെ, മോളിക്കുലർ മാസ് ഓഫ് NH3 ഈക്വൽ ടു എന്താണ്? 14 + 3 × 1 ഈക്വൽ ടു 17. Therefore GMM എന്ന് പറഞ്ഞാൽ എന്താണ്? മോളിക്കുലർ മാസ് എക്സ്പ്രസ്ഡ് ഇൻ ഗ്രാംസ്. അപ്പോൾ GMM is equal to 17 grams. ഓക്കെ, അപ്പോൾ therefore 2 moles, നമ്പർ ഓഫ് മോൾസ് ഇതിനോട് ഈക്വൽ ആണ്, നമ്പർ ഓഫ് GMMനോട് ഈക്വൽ ആണ്. അപ്പോൾ 2 moles is equal to 2 GMM is equal to 2 × 17 is equal to 34 gram. അപ്പോൾ 44.8 ലിറ്റർ അമോണിയയുടെ മാസ് എന്ന് പറയുന്നത് 34 grams ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ 12th ക്വസ്റ്റ്യൻ ഓപ്ഷണൽ ആണ്. വാട്ട് ഈസ് ഇലക്ട്രോപ്ലേറ്റിംഗ്? എന്താണ് ഇലക്ട്രോപ്ലേറ്റിംഗ്? സിമ്പിൾ ആണ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് we obtain a thin coating of one metal over another through electrolysis. Okay, അപ്പോൾ ഇലക്ട്രോളിസിസ് വഴി നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു മെറ്റലിനെ മറ്റൊരു മെറ്റലിന് മുകളിൽ കോട്ട് ചെയ്യുന്നതിനാണ് എന്ത് പറയുക? ഇലക്ട്രോളിസിസ് എന്ന് പറയുക. അപ്പോൾ 12th ക്വസ്റ്റ്യൻ A, it is the process by which we obtain a thin coating of one metal over another. ഒരു മെറ്റലിനെ മറ്റൊരു മെറ്റലിന്റെ മുകളിൽ എന്ത് ചെയ്യാണ്? കോട്ട് ചെയ്യാണ്. ബൈ ഇലക്ട്രോളിസിസ് വഴി നമ്മൾ കോട്ട് ചെയ്യാം. ഓക്കെ, ഇതിനാണ് എന്ത് പറയുക? ഇലക്ട്രോപ്ലേറ്റിംഗ് എന്ന് പറയാം. ഓക്കെ, 12ന്റെ ബി ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് ഇലക്ട്രോലൈറ്റ് യൂസ്ഡ് ഇൻ ഇലക്ട്രോപ്ലേറ്റിംഗ് കോപ്പർ ഓൺ ആൻ അയൺ ബാങ്കിൾ. അപ്പോൾ കോപ്പറിനെ ഒരു അയൺ ബാങ്കിളിൽ ഇലക്ട്രോപ്ലേറ്റ് ചെയ്യുമ്പോൾ എന്താണ് ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുക? അപ്പോൾ ഇലക്ട്രോപ്ലേറ്റിംഗിൽ എപ്പോഴും നമ്മൾ എന്തായാലും കോട്ട് ചെയ്യുന്ന മെറ്റലിന്റെ സോൾട്ട് ആണ് എപ്പോഴും എന്തായിട്ട് സോൾട്ട് സൊല്യൂഷൻ ആണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ കോപ്പറിൽ സാധാരണ ഇതിൽ ഉപയോഗിക്കാറുള്ളത് CuSO4 സൊല്യൂഷൻ, അഥവാ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ ആണ്. CuSO4 സൊല്യൂഷൻ അല്ലെങ്കിൽ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷൻ എന്ന് എഴുതിയാലും കറക്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ പാർട്ട് 2 ഇവിടെ ഫിനിഷ് ആവുകയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പാർട്ട് 3യിലേക്ക് മൂവ് ഓൺ. ഇനി അടുത്തതായിട്ട് നമ്മൾ ആൻസർ ചെയ്യുന്നത് പാർട്ട് 3യിലെ ക്വസ്റ്റ്യൻസ് ആണ്. പാർട്ട് 3യിലെ എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്? പാർട്ട് 3 ക്വസ്റ്റ്യൻസ് ഫ്രം 13 to 17 ക്യാരി 3 scores each. 13 മുതൽ 17 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അതിൽ പാർട്ട് എ എന്ന് പറയുന്ന സബ് പാർട്ടിൽ ആൻസർ എനി 3 questions from 13 to 16. 13 മുതൽ 16 വരെയുള്ള ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും 3 എണ്ണം ആൻസർ ചെയ്യുക. ഓക്കെ, 4 ക്വസ്റ്റ്യൻസിന്റെ ഏതെങ്കിലും 3 എണ്ണം ആൻസർ ചെയ്യുക. അപ്പോൾ 13th ക്വസ്റ്റ്യൻ, അറ്റോമിക് നമ്പർ ഓഫ് എൻ എലമെന്റ് ഇസ് 17. റൈറ്റ് ഇറ്റ് സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഒരു എലമെന്റിന്റെ അറ്റോമിക് നമ്പർ 17 ആണ്. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, 13th ക്വസ്റ്റ്യൻ, അറ്റോമിക് നമ്പർ 17. അപ്പോൾ 1s2 2s2 2p6 10 ആയി, 3s2 12 ആയി,
3p5. ഓക്കെ, 1s2 2p6 3s2 3p5 79. ഓക്കെ, ഇതാണ് ഇതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ ഇതിന്റെ എ പാർട്ടിന്റെ ആൻസർ അതാണ്. ഇനി അടുത്ത ബി പാർട്ട് നമുക്ക് നോക്കാം. ഫൈൻഡ് ദ ഗ്രൂപ്പ് നമ്പർ ആൻഡ് പീരിയഡ് നമ്പർ ഓഫ് ദിസ് എലമെന്റ്. അപ്പോൾ ഇതിന്റെ ഗ്രൂപ്പ് നമ്പറും പീരിയഡ് നമ്പറും കണ്ടുപിടിക്കുക. ഇത് ഏത് ബ്ലോക്കാണ് ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്തിട്ടുള്ളത്? പി സബ്ഷെല്ലാണ്. അപ്പോൾ ഇത് പി ബ്ലോക്ക് എലമെന്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? പി ഇലക്ട്രോൺ, ലാസ്റ്റ് ഉള്ള പി ഇലക്ട്രോൺസിലേക്ക് 12 ആഡ് ചെയ്യുക. അപ്പോൾ ഗ്രൂപ്പ് നമ്പർ ഈക്വൽ ടു 5 + 12. ലാസ്റ്റ് പി സബ്ഷെല്ലുള്ളത് 5 ഇലക്ട്രോൺസ് ആണ്. അതിലേക്ക് 12 കൂടി ആഡ് ചെയ്യുമ്പോൾ 17. ഗ്രൂപ്പ് നമ്പർ 17. പീരിയഡ് എന്ന് പറയുന്നത് ഷെൽ നമ്പർ ആണ്. ഇവിടെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് 3 ആണ്. 3p5 3 ആണ് ഔട്ടർ മോസ്റ്റ് ഷെല്ല്. അപ്പോൾ പീരിയഡ് നമ്പർ ഈക്വൽ ടു 3. ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി നമുക്ക് 14th ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. 14th ക്വസ്റ്റ്യൻ. എ molten iron obtained from blast furnace contains 4% carbon and other impurities. അപ്പോൾ ബ്ലാസ്റ്റ് ഫർണസിൽ നിന്ന് കിട്ടുന്ന അയൺ എന്ന് പറയുന്നത് 4% ഇമ്പ്യൂർ ആയിട്ടുള്ള കാർബണും മറ്റ് ഇമ്പ്യൂരിറ്റീസും ഒക്കെ ഉള്ള അയൺ ആണ്. വാട്ട് ഇസ് ദിസ് നോൺ ആസ്? ഇതിന് എന്താ വിളിക്കുക? നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇതിനെ പിഗ് അയൺ എന്നാണ് വിളിക്കുക. ഓക്കെ, ലേ പാർട്ടിന്റെ ആൻസർ പിഗ് അയൺ. ഇനി ബി ക്വസ്റ്റ്യൻ. വിച്ച് അലോയ് സ്റ്റീൽ ഇസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് പെർമനന്റ് മാഗ്നറ്റ്സ്? പെർമനന്റ് മാഗ്നറ്റ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന അലോയ് സ്റ്റീൽ നമുക്കറിയാം അൽനിക്കോ ആണ്. അലോയ് സ്റ്റീൽ അൽനിക്കോ. ഓക്കെ, സി ക്വസ്റ്റ്യൻ. Some alloy steels contain the same component, then how do they possess different properties? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിക്രോം ആൻഡ് സ്റ്റെയിൻലെസ് സ്റ്റീൽ രണ്ടുപേർക്കും ഏകദേശം ഒരേപോലുള്ള എന്താണ് അത് വെച്ചിട്ട് ഒരേപോലുള്ള കമ്പോണൻസ് എലിമെന്റ്സ് വെച്ചിട്ടാണ് ഇത് രണ്ടും ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ ഇവർക്ക് എന്താണ് പല പല പ്രോപ്പർട്ടീസ് ആണ്. സ്റ്റീലിനും നിക്രോമിനും ഡിഫറെന്റ് പ്രോപ്പർട്ടീസ് ആണ്. അതിന്റെ റീസൺ ആണ് ചോദിച്ചിരിക്കുന്നത്. എന്താ റീസൺ? സ്റ്റീലിൽ ഇവരുടെ പെർസെൻറ്റേജ് കമ്പോസിഷൻ, അതായത് സ്റ്റീലിൽ ചിലപ്പോൾ അയണിന്റെ പെർസെൻറ്റേജ് അല്ല നിക്രോമിലുള്ള അയണിന്റെ പെർസെൻറ്റേജ്. അപ്പോൾ ഇവരുള്ള കമ്പോണൻസിന്റെ പെർസെൻറ്റേജ് കമ്പോസിഷനിലെ വ്യത്യാസം മൂലമാണ് എന്ത് സംഭവിക്കുക? ഈ ഡിഫറൻസ് വരിക. അപ്പോൾ ദ ആൻസർ ഇസ് ഡ്യൂ ടു ഡിഫറൻസ് ഇൻ ദ പെർസെൻറ്റേജ് കമ്പോസിഷൻ, അതായത് അവയിലുള്ള കമ്പോണൻസിന്റെ പെർസെൻറ്റേജിലുള്ള വ്യത്യാസം ഓഫ് കമ്പോണൻസ്. ഓക്കെ, അതിൽ നമ്മൾ ഈ അലോയ്സ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന കമ്പോണൻസ് സെയിം ആയിരിക്കും, പക്ഷെ അത് പല അളവിലായിരിക്കും എന്ത് ചെയ്യുക മിക്സ് ചെയ്തിട്ടുണ്ടാവുക. പെർസെൻറ്റേജ് കമ്പോസിഷൻ അവിടെ ഡിഫറൻസ് ഉണ്ട്. ഇനി 15th ക്വസ്റ്റ്യൻ. N2 ഗ്യാസ് പ്ലസ് 3H2 ഗ്യാസ് ഗിവ്സ് 2NH3 ഗ്യാസ് പ്ലസ് ഹീറ്റ്. അപ്പോൾ നമുക്ക് ഹാബർ പ്രോസസ്സിന്റെ ഒരു ഇക്വേഷൻ ആണ് തന്നിട്ടുള്ളത്. ഹൗ ഡു ദ ഫോളോയിങ് ചേഞ്ചസ് ഇൻഫ്ലുവൻസ് ദ എമൗണ്ട് ഓഫ് ദ പ്രോഡക്റ്റ്? അതാണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടത്. ഈ താഴെ പറയുന്ന ചേഞ്ചസ് പ്രോഡക്റ്റ് ഫോർമേഷൻ, അതായത് ഫോർവേഡ് റിയാക്ഷൻ എങ്ങനെയാണ് എന്ത് ചെയ്യുക അഫക്റ്റ് ചെയ്യുക എന്നാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ എ ടെമ്പറേച്ചർ ഡിക്രീസസ്. ടെമ്പറേച്ചർ ഡിക്രീസസ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇത് എക്സോതെർമിക് റിയാക്ഷൻ ആണ്. അപ്പോൾ ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യുമ്പോൾ ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യും, പ്രൊഡക്റ്റ് ഫോർമേഷൻ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പോൾ 15 എ പ്രോഡക്റ്റ് ഫോർമേഷൻ ഇൻക്രീസസ്. ഓക്കെ, എക്സോതെർമിക് റിയാക്ഷനിൽ നിന്ന് ഹീറ്റ് ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഫോർവേഡ് റിയാക്ഷൻ ആണ് ഇൻക്രീസ് ചെയ്യുക. അപ്പോൾ പ്രോഡക്റ്റ് ഫോർമേഷൻ ഇൻക്രീസസ്. ബി പ്രഷർ ഇൻക്രീസസ്. പ്രഷർ ഇൻക്രീസ് ചെയ്യുമ്പോൾ റിയാക്ഷൻ എങ്ങോട്ടാണ് മൂവ് ചെയ്യുക? ലോവർ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉള്ളതിന്റെ ഡയറക്ഷനിലേക്കാണ് എന്ത് ചെയ്യുക? മൂവ് ചെയ്യുക. അപ്പോൾ ലോവർ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉള്ളത് പ്രോഡക്റ്റ് സൈഡിലാണ്. അപ്പോൾ റിയാക്ഷൻ പ്രോഡക്റ്റ് സൈഡിലേക്കാണ് എന്ത് ചെയ്യുക? ഇവിടെ N2 + 3H2 ആണ് റിയാക്ടൻസ്. 4 മോൾസ് ഉണ്ട്. ഒരു N2 ഉണ്ട്, 3H2, 4 മോൾസ് ഉണ്ട്. എന്നാൽ പ്രോഡക്റ്റ് സൈഡിൽ 2NH3 2 മോൾസ് ആണുള്ളത്. അപ്പോൾ പ്രോഡക്റ്റ് സൈഡിലാണ് നമ്പർ ഓഫ് മോൾസ് കുറവ്. ആ സൈഡിലേക്കാണ് എന്ത് ചെയ്യുക? റിയാക്ഷൻ മൂവ് ചെയ്യുക. അപ്പോൾ ഇവിടെ എന്താ പ്രോഡക്റ്റ് ഫോർമേഷൻ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ബിയുടെ ആൻസർ പ്രോഡക്റ്റ് ഫോർമേഷൻ ഇൻക്രീസസ്. ഓക്കെ, ഇനി സി തേർഡ് കണ്ടീഷൻ. അമോണിയ പ്രൊഡ്യൂസ്ഡ് ഇസ് കണ്ടിന്യൂസ്ലി റിമൂവ്ഡ് ഫ്രം ദ സിസ്റ്റം. സിസ്റ്റത്തിൽ എന്താണ്? അമോണിയ പ്രൊഡ്യൂസ് ആവുന്ന വഴിക്ക് തന്നെ റിമൂവ് ചെയ്ത് കളയാണ്. അതായത് എന്താ? കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് റിഡ്യൂസ് ചെയ്യണം. കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് റിഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യും, അതായത് പ്രോഡക്റ്റ് ഫോർമേഷൻ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് പ്രോഡക്റ്റ് കുറച്ച് കഴിഞ്ഞാൽ, അതായത് അമോണിയ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസ് ചെയ്യും, അതായത് പ്രോഡക്റ്റ് ഫോർമേഷൻ ഇൻക്രീസസ്. പ്രോഡക്റ്റ്
formation increases. ഓക്കെ, ഇതിനുള്ള ഫോർവേഡ് റിയാക്ഷൻ ഇൻക്രീസസ് എന്ന് എഴുതിയാലും ഇത് കറക്റ്റ് ആണ്. ഓക്കെ, ഇനി 16th ക്വസ്റ്റ്യൻ. 16th എ പാർട്ടിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. രണ്ട് റിയാക്ഷൻസ് XY എന്ന് പറയുന്ന രണ്ട് റിയാക്ഷൻസ് തന്നിട്ടുണ്ട്. ഒരെണ്ണം CH4+2O2 മീഥേനിന്റെ കമ്പഷൻ റിയാക്ഷൻ, അതിൽ ഒരു പ്രോഡക്റ്റ് തന്നിട്ടില്ല. അതുപോലെ ഒരു ടെഫ്ലോണിന്റെ ഫോർമേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. ടെട്രാഫ്ലൂറോയിഥിൻ പോളി ടെട്രാഫ്ലൂറോയിഥിലിൻ ആവുന്ന ടെഫ്ലോണിന്റെ പോളിമറൈസേഷൻ റിയാക്ഷൻ ആണ് വൈയിൽ തന്നിട്ടുള്ളത്. അപ്പോൾ എ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ എക്സ്. എക്സിൽ മിസ്സിംഗ് ആയിട്ടുള്ളത് കമ്പഷന്റെ പ്രോഡക്റ്റ് ആണ്. കമ്പഷന്റെ പ്രോഡക്റ്റ് എപ്പോഴും കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ആണ്. അപ്പോൾ വാട്ടർ അവിടെ തന്നിട്ടുണ്ട്, ഹീറ്റും തന്നിട്ടുണ്ട്. അപ്പോൾ കമ്പഷന്റെ പ്രോഡക്റ്റ് ആയിട്ടുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അവിടെ മിസ്സിങ്. അപ്പോൾ അതിന്റെ പ്രോപ്പർ റിയാക്ഷൻ എന്ന് പറയുന്നത് CH4+2O2 gives CO2+2H2O+8. ഓക്കെ, അവിടെ മിസ്സിംഗ് ആയിരുന്നത് CO2 എന്ന് പറയുന്ന കമ്പോണന്റ് ആണ്. ബി ക്വസ്റ്റ്യൻ നെയിം ദ റിയാക്ഷൻ വൈ. വൈ എന്ന് പറയുന്ന റിയാക്ഷന്റെ പേര് നമുക്കറിയാം, ടെഫ്ലോൺ ഫോർമേഷൻ. അതായത് ടെട്രാഫ്ലൂറോയിഥിലിൻ പോളി ടെട്രാഫ്ലൂറോയിഥിലിൻ ആവുന്ന ടെഫ്ലോൺ ഫോം ചെയ്യുന്ന പോളിമറൈസേഷൻ റിയാക്ഷൻ ആണ് നമുക്കവിടെ കാണാൻ കഴിയുന്നത്. അപ്പോൾ വൈ എന്ന് പറയുന്നത് പോളിമറൈസേഷൻ, റിയാക്ഷന്റെ പേര് പോളിമറൈസേഷൻ. ഓക്കെ, സി ക്വസ്റ്റ്യൻ റൈറ്റ് എനി വൺ യൂസ് ഓഫ് ടെഫ്ലോൺ. ടെഫ്ലോണിന്റെ എന്തെങ്കിലും ഒരു യൂസ് എഴുതാനാണ്. ഏറ്റവും കോമൺ ആയിട്ടുള്ള ടെഫ്ലോണിന്റെ യൂസ് എന്താ? നോൺ സ്റ്റിക് പാനിൽ കോട്ടിംഗ് ആയിട്ട് ഉപയോഗിക്കുക. അപ്പോൾ നമുക്കത് തന്നെ എഴുതാം, നോൺ സ്റ്റിക് പാൻ കോട്ടിംഗ്. ഓക്കെ, നോൺ സ്റ്റിക് പാനിൽ കോട്ടിങ്ങിന് ഉപയോഗിക്കുന്ന ടെഫ്ലോൺ ആണ്. ഓക്കെ, ഇനി നമുക്ക് 17th ക്വസ്റ്റ്യൻ. അപ്പോൾ അതിലെ പാർട്ട് 3 ബി സബ് പാർട്ടിലേക്ക് അതിലൊറ്റ ക്വസ്റ്റ്യൻ ആണുള്ളൂ. ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. 17th ക്വസ്റ്റ്യൻ, ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ 4 കോമ്പൗണ്ട്സ് അവിടെ തന്നിട്ടുണ്ട്. അതിൽ എ ഐഡന്റിഫൈ ദ ഐസോമർ പെയർ ഇൻ ദ ഗിവൺ കോമ്പൗണ്ട്സിൽ ഐസോമർ പെയർ ആരാണെന്ന് കണ്ടെത്തുക. ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാത്തിന്റെയും മോളിക്കുലാർ ഫോർമുല എഴുതി നോക്കാം. അപ്പോൾ ഫസ്റ്റ് കോമ്പൗണ്ടിന്റെ മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്നത് എത്ര കാർബൺ ആറ്റംസ് ഉണ്ട്? 4 കാർബൺ ആറ്റംസ് ആൻഡ് 10 ഹൈഡ്രജൻ ആറ്റംസ്. 4 കാർബൺ ആറ്റംസ്, 10 ഹൈഡ്രജൻ ആറ്റംസ്. സെക്കൻഡ് കോമ്പൗണ്ടിൽ 4 കാർബൺ ആറ്റംസ്. ഓക്കെ, ഹൈഡ്രജൻ ആറ്റംസ് 10 ഹൈഡ്രജൻ ആറ്റംസ് ആൻഡ് 1 ഓക്സിജൻ ആറ്റം, C4H10O. ഓക്കെ, അടുത്തതിലും എത്ര തന്നെയാണ്? C4H10O. ലാസ്റ്റത്തേല് C3H8. അപ്പോൾ ഇതിൽ ഐസോമർ പെയർ ആരാണ്? 2ഉം 3യുമാണ് അവിടെ ഐസോമർ പെയർ. സിമിലർ മോളിക്കുലാർ ഫോർമുല ഉള്ളത് 2നും 3നുമാണ്. അപ്പോൾ എയുടെ ആൻസർ 2 and 3. ഓക്കെ, ബി ക്വസ്റ്റ്യൻ നെയിം ദ ഐസോമറിസം. എന്ത് ഐസോമറിസം ആണുള്ളത്? 2ലുള്ളത് OH ഗ്രൂപ്പാണ്, 3ലുള്ളത് O ഗ്രൂപ്പ്, എതർ ഗ്രൂപ്പാണ്. അപ്പോൾ എന്താ, രണ്ടിനും ഡിഫറെന്റ് ഫങ്ഷണൽ ഗ്രൂപ്പ്സും സെയിം മോളിക്കുലാർ ഫോർമുല ആണുള്ളത്. അപ്പോൾ ഇവിടെ എന്താണ്? ഫങ്ഷണൽ ഐസോമേഴ്സ് ആണ് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ബിയുടെ ആൻസർ ഫങ്ഷണൽ ഐസോമേഴ്സ്. ഓക്കെ, ഇനി സി ഹൗ മെനി ഐസോമേഴ്സ് ആർ പോസിബിൾ ഫോർ കോമ്പൗണ്ട് 1. ഫസ്റ്റ് കോമ്പൗണ്ടിന് എത്ര ഐസോമേഴ്സ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്? ഓക്കെ, അപ്പോൾ കോമ്പൗണ്ട് 1ൽ പോസിബിൾ ആയിട്ടുള്ളത് എന്താണ്? ചെയിൻ ഐസോമേഴ്സ് ആണ് അതിന് പോസിബിൾ ആയിട്ടുള്ളത്. എന്ത് ചെയ്യാം? ഒരു CH3 ഗ്രൂപ്പ്, അറ്റത്തുള്ള ഏതെങ്കിലും ഒരു CH3 ഗ്രൂപ്പിന് എന്ത് ചെയ്യാം? നമുക്ക് സെന്ററിലുള്ള CH2ലേക്ക് കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ ഐസോമർ മാത്രമാണ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ഫോം ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഇതിന്റെ ഐസോമർ എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്നത് CH3, CH2, CH2, CH3. ഇതിനാകെ ഒരു സിംഗിൾ ഐസോമർ ആണ് പോസിബിൾ ആയിട്ടുള്ളത്. അത് CH3, CH3, പിന്നെ ഒരു ബ്രാഞ്ച് ആയിട്ട് മറ്റൊരു CH3 കൂടി. ഇതാണ് ഇതിന്റെ പോസിബിൾ ഐസോമർ. അപ്പോൾ therefore 1 പോസിബിൾ ഐസോമർ. ഒറ്റ ഐസോമർ ആണ് ഇതിന് പോസിബിൾ ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ പാർട്ട് 3 ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് പാർട്ട് 4ലേക്ക് കടക്കാം.